നമസ്കാരം. തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പി പിടിച്ചെടുത്ത ഉടനെ തന്നെ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിനു മുമ്പേ തന്നെ ഒരു പ്രചാരണം അവർ നടത്തിയിരുന്നു. 45 ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്ന്. ആ വാക്ക് ബി.ജെ.പി പാലിക്കുകയും ചെയ്തു. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം നരേന്ദ്രമോദി ഒരുക്കിയ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാനായിട്ട് ബി.ജെ.പിയുടെ കൗൺസിലർമാർ തിരുവനന്തപുരം നഗരസഭയിലെ മേയർ അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ അടക്കം 50 കൗൺസിലർമാർ തിരുവനന്തപുരത്ത് നിന്നും ദില്ലിയിലേക്ക് പോവുകയാണ്. അതും കേരള എക്സ്പ്രസിലാണ് അവർ യാത്ര ചെയ്യുന്നത്. നാളെ ഉച്ചയോടുകൂടി അവർ ദില്ലിയിലേക്ക് എത്തിച്ചേരും. ദില്ലി പ്രവാസ് എന്ന പേരിലാണ് അവർ ഈ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. അവരുടെ വി രാജേഷിന്റെയും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെയും അതായത് കേരള ബി.ജെ.പിയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി സംഘടിപ്പിച്ച അത്താഴ വിരുന്നിൽ മാത്രം പങ്കെടുത്തിട്ട് തിരികെ അവർ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് വന്ന് ഇറങ്ങുക എന്ന് മാത്രമല്ല, ഈ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർ ഇപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര മന്ത്രിമാരെ അടക്കം അവർ ഒരു ചർച്ച നടത്താനായിട്ട് അവരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താനായിട്ടുള്ള എല്ലാ നീക്കങ്ങളും അവർ നടത്തുന്നുണ്ട്. അതായത് നരേന്ദ്രമോദിയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരം നഗരത്തിൽ ഒരു വികസനം കൊണ്ടുവരാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് തന്നെ ബി.ജെ.പി മേയറും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള കൗൺസിലർമാർ ഒരു നീക്കം നടത്തുന്നത്. ഇത് ആരോഗ്യ മേഖലയായിരുന്നാലും അതോടൊപ്പം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടായിരുന്നാലും നഗരവികസനവുമായി ബന്ധപ്പെട്ടായിരുന്നാലും ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുമായിട്ട് ഒരു ചർച്ച നടത്താനുള്ള ഒരു നീക്കവും ഇപ്പോൾ ബി.ജെ.പി കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ട്. നിലവിൽ ഓരോ മിനിറ്റ് വെച്ച് ട്രെയിനിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ റീലായിട്ടും വീഡിയോസ് ആയിട്ടും ബി.ജെ.പി കൗൺസിലർമാർ സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ദൃശ്യം എന്ന് പറയുന്നത് വി രാജേഷും അതോടൊപ്പം തന്നെ ആശാനാഥും ഉൾപ്പെടുന്ന കൗൺസിലർമാർ അടങ്ങുന്ന സംഘം ട്രെയിനിൽ ഗണഗീതം പാടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് കൈയും കൊട്ടി താളത്തിൽ ഗണഗീതം ഉറക്കെ പാടുന്നത് വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. കൂടാതെ അവർ അവിടെ തന്നെ ഭജൻസും അവതരിപ്പിക്കുന്നുണ്ട്. അതും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു തരംഗമായി മാറുന്നുണ്ട്. കൂടാതെ അവസാനം ഈ ഗണഗീതം പാടി അവസാനം എത്തുമ്പോൾ അത് സ്പീഡിൽ പാടി അത് വലിയ രീതിയിൽ അവർ തന്നെ സ്വന്തമായിട്ട് അതിന്റെ ഒരു രാഗമൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയും അത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയൊരു വൈറലായി മാറുന്നുണ്ട്. മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ ഇലയും നിഴലും പൂവും മൊട്ടും ഇരുത്തെടുത്തർപ്പിച്ചിടാൻ ഇലയും നിഴലും പൂവും മൊട്ടും ഇരുത്തെടുത്തർപ്പിച്ചിടാൻ തലകുമ്പിട്ടു തരുമ്പൂ കൊമ്പുകൾ അഴച്ചു വളരുന്നുണ്ടിവിടെ അഴച്ചു വളരുന്നുണ്ടിവിടെ പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ. കേരള എക്സ്പ്രസിനാണ് ബി.ജെ.പി കൗൺസിലർമാർ തിരുവനന്തപുരത്ത് നിന്ന് ദില്ലിയിലേക്കുള്ള യാത്ര തിരിച്ചത്. വിവിധ സ്റ്റേഷനുകളിൽ ബി.ജെ.പി കൗൺസിലർമാർക്ക് വലിയ രീതിയിലുള്ള സ്വീകരണമുണ്ട്. ഫെബ്രുവരി 13 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനായിട്ട് പോകുന്നത്. അതിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ മറ്റ് മന്ത്രിമാരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരം നഗരത്തിന് വേണ്ട വികസനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു നീക്കവും ബി.ജെ.പി കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുമുണ്ട്. പക്ഷെ മറ്റ് മലയാള മാധ്യമങ്ങളടക്കം ഒരു വിവാദം സൃഷ്ടിക്കുന്നത് ശ്രീലേഖ, അതായത് ബി.ജെ.പി ആദ്യം തന്നെ ശ്രീലേഖയെ തിരുവനന്തപുരം മേയറാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അവസാന നിമിഷമാണ് ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കിട്ടാത്തത്. ഇതിൽ ശ്രീലേഖ ഇപ്പോഴും ബി.ജെ.പിയുടെ വലിയ രീതിയിലുള്ള ദേഷ്യം കാണിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ പരിപാടികളിൽ മാറി നിൽക്കുന്നു. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയിൽ ശ്രീലേഖ പോവാനായിട്ട് നിൽക്കാത്തത്, അല്ലെങ്കിൽ ശ്രീലേഖ പോവാത്തത് എന്നുള്ള പലതരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ ശ്രീലേഖ തന്നെ തുടക്കത്തിൽ തന്നെ അത് ഫേസ്ബുക്കിലൂടെ ലൈവ് ഇട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് 3 ദിവസം ട്രെയിനിൽ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ബി.ജെ.പി നേതാക്കൾ തന്നെ പറഞ്ഞു എങ്കിൽ വിമാന ടിക്കറ്റ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വേണ്ടി മാത്രം വലിയൊരു തുക ചെലവാക്കി വെറുതെ പണം കളയേണ്ട കാര്യമില്ല എന്ന് തന്നെ ശ്രീലേഖ പറഞ്ഞു. അതുകൊണ്ടാണ് വിമാനത്തിലും യാത്ര ചെയ്യാനുള്ള താല്പര്യവും കാണിക്കുന്നത്. കാരണം ഈ പ്രായത്തിൽ ട്രെയിനിൽ ഇത്രയും ദിവസം, അതായത് 3 ദിവസം ഇരുന്ന് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നതെന്ന് ശ്രീലേഖ ലൈവിലൂടെ വന്ന് പറഞ്ഞൊരു കാര്യമാണ്.